ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലത്തെ കാര്യങ്ങളാണ് പഠിച്ചത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്. ഇനി അടുത്ത ഇംഗ്ലണ്ടിലെ വളരെ സക്സസ്ഫുൾ ആയി കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ഫലമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചു. പിന്നീട് ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ തൊട്ടിലെന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇംഗ്ലണ്ടിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടില് എന്താണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, നമുക്ക് ഓരോ ദിവസവും ജീവിക്കാനായിട്ടുള്ള എസെൻഷ്യൽ ആർട്ടിക്കിൾസ് ആണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാവരും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്ത് അവര് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. കൺസ്യൂമർ ആർട്ടിക്കിൾസ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത്, അൺഅഡൾട്രേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് റീസണബിൾ റേറ്റിന് മെമ്പേഴ്സിന് കൊടുക്കുന്നതിലായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. നിങ്ങൾ ഓരോ ഒന്നും പഠിക്കുമ്പോൾ ഓർത്തു വെച്ചിരിക്കണം, ഇന്ന രാജ്യത്ത് ഇന്ന സൊസൈറ്റി ആണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കോർപ്പറേഷൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവില്ലെങ്കിൽ അത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ രാജ്യങ്ങളുടെയും വരുമ്പോൾ ശ്രദ്ധിക്കാം. ഓൾറെഡി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെമ്മിൽ കുറച്ചൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുള്ള കാരണം എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത രാജ്യമാണ് ജർമ്മനിയിൽ. ജർമ്മനിയിലെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മനിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നത് പൈസയ്ക്കായിരുന്നു. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ കൃഷി തുടങ്ങണം, ഞാൻ എന്തുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഇല്ല, റൂറൽ ഏരിയാസിലുള്ളവർക്ക് പ്രത്യേകിച്ചും. അപ്പൊ അവര് എന്ത് ചെയ്യും? അവരെ ഇന്നത്തെ പോലെ ബാങ്കുകളൊന്നും ഇല്ലല്ലോ. ബാങ്കുകൾ ഉണ്ടെങ്കിലും തന്നെ അവർക്ക് അത് വാങ്ങാനായിട്ടുള്ള ഇതില്ല, അവർക്ക് അവിടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ എനിവേ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഒരു നേച്ചുറലി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും? അവരുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പണക്കാര് അവരായിരിക്കും പൈസ കടം കൊടുക്കുന്നത്. അപ്പൊ അവര് ഭയങ്കര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ചാർജ് ചെയ്യും. അപ്പൊ ഇവരൊരു പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവശ്യ നിലയായിട്ട് അവർക്ക് പലിശ കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പൊ ഇവർക്ക് എപ്പോഴും ഇവരുടെ അവസ്ഥ ഒന്ന് തന്നെ ആയിട്ടായിട്ട് വരും. അപ്പൊ ജർമ്മനിയിൽ ഭയങ്കര, നമുക്ക് ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റൂറൽ ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണെങ്കിലും. അവിടുത്തെ മണി ലെൻഡേഴ്സ് ആണെങ്കിലും ജൂതന്മാര്, അതാണ് പിൻകാലത്ത് ഹിറ്റ്ലറുടെ ഒക്കെ ക്രൂരഭരണം അവരോട് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ തന്നെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഈ മണി ലെൻഡേഴ്സ്, അതായത് ജൂതന്മാര് ഒരു കാലഘട്ടത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചതിന്റെ അനന്തരഫലങ്ങളാണ് കുറെയൊക്കെ. പക്ഷെ അത് നാസി ഒക്കെ ഭയങ്കര കൂടുതലായി. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വായിക്കുക. അതൊക്കെ നമ്മൾ ഈ ലോകത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ അപ്പൊ ജർമ്മനിയിലെ കണ്ടീഷൻസ് നോക്കുമ്പോൾ എങ്ങനെയുള്ളതായിരുന്നു? അവിടെ കൺസ്യൂമർ സൊസൈറ്റീസ് അല്ല ആവശ്യം. അവിടെ ക്രെഡിറ്റ്, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറച്ച് പൈസ കടം കിട്ടുന്നതായിരുന്നു ആവശ്യമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്? ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസ് ആണ് സ്റ്റാർട്ട്. ഇതിന്റെ കൂടെ ഒന്നും കൂടി പറയട്ടെ, അതിൽ ഉണ്ടാവില്ലായിരിക്കും, ഒന്നും കൂടി പറയാം, വേഗം മനസ്സിലാക്കി വെക്കാനായിട്ട്. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ ടൈപ്പ് സൊസൈറ്റീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങി. അപ്പൊ നമ്മുടെ ഇന്ത്യയിലും അതിന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വന്നു. അപ്പൊ ഇന്ത്യയിൽ ഏത് ടൈപ്പ് സൊസൈറ്റീസ് ഫോം ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റി ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയിട്ട് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. അങ്ങനെ ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോപ്പി ചെയ്തത് ഇംഗ്ലണ്ട് ആയിരിക്കോ ജർമ്മനി ആയിരിക്കോ? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ ഏതാണ് ആവശ്യമായിട്ട് വന്നത്? ഇന്ത്യയിലും
എന്താണ് മണി ലെൻഡേഴ്സിന്റെ ക്ലച്ചസിൽ നിന്ന് സാധാരണക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള പെസൻസിന്, ഫാർമേഴ്സിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് തന്നെയാണ് ഇന്ത്യയിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തത് 19th സെഞ്ചുറിയിലാണ്. ആ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ റൂറൽ ഏരിയയിലാണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും വളരെ പാത്തറ്റിക് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അവിടുത്തെ അഗ്രികൾച്ചറിസ്റ്റേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ മണി ലെൻഡേഴ്സിന്റെ ഗ്രിപ്പിലായിരുന്നു. ഗ്രിപ്പ് എന്ന് വെച്ചാൽ അവരെ അങ്ങനെ മുറുകി പിടിച്ചിരിക്കുക. ദേ ഫെൽറ്റ് ക്രച്ച്ഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് ഇൻഡപ്റ്റഡ്നെസ്. കടം കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റാണ്ടായിട്ട് ഇങ്ങനെ നടക്കാണ്. അതോടൊപ്പം തന്നെ ഫാമിനും വളരെയധികം വരുന്ന കാലഘട്ടമാണ്. മാർക്കറ്റൊക്കെ ഭരിച്ചിരുന്നത് ജൂതന്മാരാണ്. അവര് തന്നെയാണ് മണി ലെൻഡേഴ്സും. അവര് തന്നെയാണ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് വിറ്റിരുന്നത്. അവര് തന്നെയാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വാങ്ങിയിരുന്നത്. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യുക അവരുടെ ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ദീസ് ഹാർഡ് ഹേർട്ടഡ് ബ്ലഡ് സക്കേഴ്സ് വേർ എക്സ്പ്ലോയിറ്റിംഗ് ദ പീപ്പിൾ. ഇവരാണെങ്കിലോ ഭയങ്കര ക്രൂരന്മാര്. അവര് അന്ന് ആ കാലഘട്ടത്തില് അവിടെയുള്ള ജനങ്ങളുടെയൊക്കെ മാക്സിമം എക്സ്പ്ലോയിറ്റ് സക്ക് ചെയ്ത് ഊറ്റി കുടിച്ചു ഇവരെ. ഇവര് ഹെൽപ്ലെസ് ആയി, ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു ഭയങ്കര മിസറബിൾ കണ്ടീഷൻ ആയിട്ട് മാറി. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ ഈ അവസ്ഥയിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ റിഫോംസ് ഇവിടെ അത്യാവശ്യമായിട്ട് വന്നു. ഇക്വാളിറ്റി, ഇക്വിറ്റി ഒക്കെ അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫൈനലി അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തു? കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയാണ് ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് അപ്ലൈഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ടു ഫോം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ക്രെഡിറ്റ്, അപ്പൊ അവിടെ ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. അപ്പൊ ലോകത്തിൽ വെച്ചിട്ട് ആദ്യത്തെ രാഷ്ട്രമാണ് ജർമ്മനി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാനായിട്ട് കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടുള്ള രാജ്യം. അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനി എന്തായിട്ട് അറിയപ്പെടുന്നു? ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന്റെ തൊട്ടിലായിട്ടാണ് എന്തിനറിയപ്പെടുന്നത്? ജർമ്മനിയെ അറിയപ്പെടുന്നത്. ദ ഫെൽറ്റ് നീഡ് ഓഫ് എ പീപ്പിൾ ഓഫ് ജർമ്മനി വാസ് an agency for providing cheap credit not for consumer articles as in the case of ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് കൺസ്യൂമർ ആർട്ടിക്കിൾസ് ആണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. പക്ഷെ ജർമ്മനിയിലെ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളത് ക്രെഡിറ്റ് കിട്ടുക, അതിനു വേണ്ടിയിട്ടൊരു ഏജൻസി ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ആ മണി ലെൻഡേഴ്സിന്റെ ഗ്രിപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ അവര് ക്രെഡിറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ എക്സോർബിറ്റന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ചാർജ് ചെയ്തിരുന്നു. അപ്പൊ അവരെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് a person entered into a transaction with them, it is very difficult to get rid of them. ഏതെങ്കിലും ഒരു ആള് ഒരു മണി ലെൻഡറുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ആ മണി ലെൻഡർ ഇതിനെ ശരിയാക്കിക്കോളും, കൊന്നു കളഞ്ഞോളും. അങ്ങനെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് മണി ലെൻഡേഴ്സിന് ഉണ്ടായിരുന്നത്. അവരിങ്ങനെ പുവർ പീപ്പിളിന്റെ ലൈഫിനെയാണ് അവര് തൊട്ടുകളിച്ചിരുന്നത്. ഇറ്റ് വാസ് ഇൻ സച്ച് എ കണ്ടീഷൻ ദാറ്റ് ഹെർ FW റേഫിൻസൺ ആൻഡ് ഫ്രണ്ട്സ് ഷൂൾസ് കെയിം ടു റെസ്ക്യൂ ദ പീപ്പിൾ വിത്ത് ദയർ ഓൺ ഓർഗനൈസേഷൻസ്. ഈ കാലഘട്ടത്തിലാണ് ഈ രണ്ട് വ്യക്തികള് ഈ അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്, റേഫിൻസൺ ആൻഡ് ഷൂൾസ്. So these two ardent cooperators are called the pioneers of cooperative credit societies. ഇവരെയാണ് പിന്നീട് നമ്മൾ എന്തറിയപ്പെടുന്നത്? പൈനീഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. റേഫിൻസ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഷൂൾസ്, ഡെലിഷ്, അദ്ദേഹത്തിന്റെ രണ്ടുപേരുടെ മനസ്സിലാക്കാം കേട്ടോ വരും ക്ലാസ്സുകളിൽ. അപ്പൊ ഇന്നത്തോടു കൂടി ക്രിസ്മസ് സെലിബ്രേഷൻ, ക്രിസ്മസ് അല്ലേ, അപ്പോൾ വെക്കേഷനാണ്. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കുക. നല്ല ക്രിസ്മസും വെക്കേഷനും ഒക്കെ ആവട്ടെ. മാക്സിമം നന്നായിട്ട് കുറെ പേരൊക്കെ പിന്നെ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒക്കെ ഉള്ള കാരണം എല്ലാവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ വളരെ രസകരമായിട്ട് കുറച്ച് ദിവസം എൻജോയ് ചെയ്യൂ കേട്ടോ. പിന്നെ കോളേജ് തുറന്നിട്ടല്ലേ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ഉള്ളത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.